ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ തന്നെയാ ഞാൻ രാജീവേട്ടനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഗോകുലിനെ കൊണ്ട് അമ്മ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞാലൊന്നും ഈ കാര്യത്തിൽ അവൻ തീരുമാനം മാറ്റില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കും. മോള് അമ്മയോട് കള്ളം പറയണ്ട. അമ്മയ്ക്കറിയാം മോൾ ആരെയാ വിളിച്ചേന്ന്. എന്തിനാ മോളെ ഇങ്ങനെ ആവശ്യമില്ലാത്തവരെയൊക്കെ വിളിക്കുന്നേ? അതെനിക്കിഷ്ടമല്ലാന്ന് മോക്കറിയില്ലേ? മോൾക്ക് അവരാരും അറിയില്ല. മോളോടുള്ള സ്നേഹം കൊണ്ടല്ല അവരാരും അടുത്തു കൂടുന്നത്, അമ്മയോടുള്ള വൈരാഗ്യം കൊണ്ടാ. മോളുടെ ആ കുഞ്ഞമ്മ എന്ന് പറയുന്ന അവളുണ്ടല്ലോ, അവളാണ് അമ്മയുടെ 1-ാം നമ്പർ ശത്രു. അവരെല്ലാം കൂടി എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാനാ നോക്കുന്നേ. ദേ, അമ്മയ്ക്ക് മോള് മാത്രമേ ഉള്ളൂ, അത് മോള് മറക്കരുത്. ആ, അതൊക്കെ പോട്ടെ. മോളെന്താന്ന് സ്കൂളിൽ പോവാതിരുന്നേ? ഞാൻ ഇനി ആ സ്കൂളിലേക്ക് പോവില്ല. അതെന്താ? കുട്ടികളെല്ലാം എന്നെ കളിയാക്കും. അതോർത്ത് മോളെ വിഷമിക്കണ്ട. മോളെ ആരും കളിയാക്കില്ല, ആരും മോളോട് വഴക്കിനും വരില്ല. ഇതൊക്കെ അമ്മ പ്രിൻസിപ്പൽ ആന്റിയോട് പറഞ്ഞോളാം. സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ വേണ്ട, ഇന്ന് നമുക്ക് രണ്ടുപേർ കൂടി ഒരു ഔട്ടിങ്ങിന് പോയാലോ? വേണമെങ്കിൽ ഒരു സിനിമ, ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ്, പിന്നെ പാർക്കിലും കുറച്ച് സമയം. ഇന്നത്തെ ദിവസം മുഴുവൻ അമ്മ മോളുടെ കൂടെ. എന്തു പറയുന്നു? വേണ്ട. മോളെ, മോളെ, നീ കേട്ടില്ലേ അവള് പറഞ്ഞിട്ട് പോയത്? എന്താ അവളിങ്ങനെ? ഞാനല്ലേ അവളുടെ അമ്മ. ഹോസ്പിറ്റലിൽ പോയിട്ട് സച്ചി സാറിനെ കാണണമെന്ന് മോള് പറഞ്ഞപ്പോ മേഡം സമ്മതിച്ചില്ലല്ലോ. ചിലപ്പോ അതിന്റെ പിണക്കമായിരിക്കും. എന്റെ മോൾ എന്തിനാ അവനെ കാണാൻ പോകുന്നേ? കുട്ടികളുടെ മനസ്സല്ലേ മേഡം. എന്നോട് ദേഷ്യപ്പെടാനും പിണങ്ങാനും എന്തിനാ അവൾ ഇത്രയ്ക്ക് വാശി പിടിക്കുന്നേ? എല്ലാം സാവധാനം ശരിയാവും മേഡം. അവൻ ഒരാള് കാരണ എന്റെ മോളിപ്പ എന്റെ ശത്രുവായത്. സച്ചി സാറിനെ മോൾക്ക് വലിയ ഇഷ്ടാ. സച്ചി സാറോ? എന്നു മുതലാടി നിനക്കവൻ സാറായത്? സോറി മാഡം. സോറി മാഡം. അപ്പൊ വെറുതെ അല്ല, അവളുടെ എല്ലാ അഹങ്കാരത്തിനും കുട പിടിച്ചു കൊടുക്കുന്നത് നീയാ. അയ്യോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ശത്രുക്കൾ ആരും എന്റെ മോളെ സ്നേഹിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അവക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രം അവളെ സ്നേഹിച്ചാ മതി. ഞാൻ മാത്രം. മനസ്സിലായല്ലോ? മനസ്സിലായി മാഡം. എന്റെ കർത്താവേ, ഈ ചിപ്പിമോൾ ഇത് എന്ത് ഭാവിച്ചാ? എനിക്കൊരു പാട്ട് പാടിത്തരൂ?
ഇതാരാ, സമൃദ്ധയോ? സത്യം പറഞ്ഞ കോളിംഗ് ബെൽ അടിക്കുമ്പോ വാതിൽ തുറക്കുന്നത് സമൃദ്ധയാണെന്ന് ഞാൻ കരുതിയില്ല. സമൃദ്ധയുടെ അസുഖമൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം ശരിയായോ? അതിന് സമൃദ്ധയ്ക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതെ അതെ, ഞാനിപ്പോ ഓർക്കുന്നു. എനിക്കാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ വലിയ പാടാണ് കേട്ടോ. അന്നെന്തോ മറവിയുടെ പ്രശ്നമായിരുന്നല്ലേ? മറവിയാണെന്ന് ആര് പറഞ്ഞു? അന്ന് അതൊരു തലവേദനയായിരുന്നല്ലേ? അതൊക്കെ അപ്പോഴേ മാറുകയും ചെയ്തു. അല്ല മോളെ, ഞാൻ ചായ എടുക്കാം. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? പഴയതൊക്കെ അവളെ ഓർമ്മിപ്പിക്കാനാണോ? ഞാൻ വിളിച്ചിട്ടാ രാജീവേട്ട വന്നത്. അമ്മ നോക്കണ്ട, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ തന്നെയാ ഞാൻ രാജീവേട്ടനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഗോകുലിനെ കൊണ്ട് അമ്മ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞാലൊന്നും ഈ കാര്യത്തിൽ അവൻ തീരുമാനം മാറ്റില്ല. എങ്കിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കും. അതുകൊണ്ട് കുടുംബത്തിന് എന്തെങ്കിലും നാണക്കേടുണ്ടായാ പിന്നെ എന്നെ കുറ്റം പറയരുത്. അധിക പ്രസംഗം പറയുന്നോടി. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? എനിക്കിഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കണമെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. സ്വന്തം മകന്റെ കാര്യത്തില് അമ്മ മറ്റു പലതും ചെയ്യുന്നുണ്ടല്ലോ. ശിശിരേ, എന്തിനാ വെറുതെ അമ്മയോട് ദേഷ്യപ്പെടുന്നത്? അമ്മ പാവം. ഗോകുല് സമ്മതിക്കാതെ അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയില്ലേ? അമ്മേ, എനിക്ക് ശിശിരയ്ക്കും പരസ്പരം ഇഷ്ടമാണ്. പണ്ട് ഇഷ്ടമായിരുന്നു, അന്ന് അത് നടന്നില്ല. അതുപോട്ടെ, ഇപ്പോ ശിശിരയ്ക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങളെല്ലാം സമ്മതിച്ചിട്ട് ഒരു ദിവസം ഇവിടേക്ക് പെണ്ണ് ചോദിക്കാൻ ഞാൻ വരാനിരിക്കായിരുന്നു. പക്ഷേ അത് നടക്കൂലെന്ന് ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എനിക്കിതിലൊന്നും പറയാനില്ല. പക്ഷേ ഞങ്ങൾക്ക് പറയാനുണ്ട്. ദയവ് ചെയ്ത് അമ്മ ഞാൻ പറയുന്നത് കേൾക്കണം. നാളെ ഞാൻ മരുമകനായിട്ട് കയറി വരേണ്ട വീടാണിത്. അതുകൊണ്ട് അമ്മയോട് ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ശിശിരയെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഗോകുലും അമ്മയെ ഇങ്ങനെ എതിര് നിൽക്കുന്ന സ്ഥിതിക്ക് ശിശിര ആവശ്യപ്പെട്ടാൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിതനാവും. ഇങ്ങനെ പറയുന്നതിൽ ദയവ് ചെയ്ത് അമ്മ എന്നോട് ക്ഷമിക്കണം. അത് നടക്കില്ല.